ഞങ്ങളൊരു പിക്നിക്കിൻ്റെ ഭാഗമായി സൽമാൻ സിറ്റി ബീച്ച്, ബഹ്റൈനിലെ ബുദയിലുള്ള സൽമാൻ സിറ്റി ബീച്ചിൽ വന്നതാണ്. വൈഫും കൊച്ചും ഇതാ നടന്നു പോകുന്നു. കുറേയധികം ആൾക്കാരിവിടെ ഉണ്ട്. അതൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. വെക്കേഷൻ ആയതുകൊണ്ട്, ഈദ് ഹോളിഡേയ്സ് ആയതുകൊണ്ട് എല്ലാവരും അവരുടെ വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കുറേയധികം പല നാഷണാലിറ്റീസ് ഉണ്ട്. പാകിസ്ഥാനികൾ, ബംഗാളികൾ, പല നാഷണാലിറ്റീസ് ഉണ്ട്. ചെറുക്കൻ അവൻ ഓടുകയാണ്. ഞങ്ങളുടെ ആൾക്കാർ, ഫ്രണ്ട്സൊക്കെ നിൽക്കുന്നത് ആ ലാസ്റ്റ് എൻഡിലാണ്. ഇപ്പോൾ കാണുന്ന ലാസ്റ്റ് എൻഡിലാണ് അവർ നിൽക്കുന്നത്. അവിടെ ഒരു നല്ല ഹില്ലി ഏരിയ ഉണ്ട്. അവന്മാർ രണ്ടുപേര് വോളിബോൾ കളിച്ച് നിൽക്കുന്നു. അക്ക, നമ്മുടെ പ്രിയങ്കരിയായ അക്ക അതാ വരുന്നു. പിന്നെ വോളിബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ജന മണി, വൈറ്റ് ഷർട്ട് ഇട്ടിരിക്കുന്നത് ജന. പിന്നെ ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഗ്രില്ല് നമ്മൾ ലുലുന്ന് മാറിനേറ്റ് ചെയ്ത ഗ്രില്ല് ഐറ്റംസ് വാങ്ങി വന്നിട്ട് ഗ്രില്ല് ചെയ്യാൻ ഞാനും പിന്നെ അവരോട് കൂടി. ഞാൻ വന്നിട്ട് പഴയ വോളിബോൾ വർഷങ്ങൾക്ക് മുന്നേ 10-20 വർഷങ്ങൾക്ക് മുന്നേ കളിച്ച ആണ്. പിന്നെ ഇപ്പോഴാണ് കളിക്കുന്നത്. ഇത് സൂര്യ, പിന്നെ സൂര്യ ഫാമിലി, സൂര്യയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കൊച്ചാണ്, ആ ബ്ലൂ ടീഷർട്ട് ഇട്ടത് സൂര്യയുടെ കൊച്ചാണ്. ബ്ലൂ അല്ല, ഗ്രീൻ, യെല്ലോ ഇട്ടത് നമ്മുടെ മാത്തമ്മോനാണ്. അവനും അവരുടെ വോളിബോൾ കളിക്കുന്നിടത്തോട്ട് പോയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ചെറിയൊരു പ്രാക്ടീസ് അവന്മാർക്ക് കൊടുക്കുന്നുണ്ട്, എങ്ങനെയാണ് കൈ പിടിക്കേണ്ടതെന്നുമില്ല. പക്ഷേ പിള്ളേർ അവരുടേതായ രീതിയിലാണ് പിടിക്കുന്നത്. എന്നാലും ചെറിയ രീതിയിൽ കളിക്കുന്നുണ്ട്. അവർക്ക് അവരുടേതായ ഒരു ചെറിയ പ്രാക്ടീസാണുള്ളത്. പിന്നെ ഞങ്ങളും എല്ലാം കൂടെ കളിക്കുകയാണ്. അതിനിടയ്ക്ക് അവന്മാർ നിൽക്കുന്നു. അപ്പം അവർക്ക് കളിക്കണമെന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇടയ്ക്ക് കയറി കളിക്കാൻ പോയി കഴിഞ്ഞാൽ അവരുടെ കാര്യം ഇപ്പോൾ അവരുടെ തലയെ കൊണ്ട് ആവും. ഇനിയും അവരുടെ ആഗ്രഹമല്ലേ, ചെറുതായിട്ട് ബോളൊന്നും ഇട്ട് കൊടുത്തതെന്ന്. മാത്തമ്മനെ കൈ നല്ലതായിട്ട് പിടിക്കാൻ അറിയാം. അവൻ ചെറുതായിട്ട് നേരത്തെ ഇങ്ങനെ ചുമ്മാ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവരെ രണ്ടുപേരും പറഞ്ഞു വിട്ടു. പിന്നെ നമ്മുടെ കൂടെ സൂര്യയും എൻ്റെ വൈഫ്, ബ്ലാക്ക് ഡ്രസ് ഇട്ടത് എൻ്റെ വൈഫ്, മറ്റേ സൂര്യൻ, അവർ രണ്ടുപേരും കൂടി. പിന്നെ ബാക്കി അവന്മാർ രണ്ടുപേരും, പിള്ളേർ രണ്ടുപേരും പോയി അവിടെ കളിക്കുകയാണ്. ഞങ്ങൾ വോളിബോൾ കളിക്കുന്ന കൂടെ തന്നെ ഇപ്പോൾ അക്കാടെ ഹസ്ബൻഡ്, വൈറ്റ് ടീഷർട്ട് ഇട്ട അക്കാടെ ഹസ്ബൻഡ് വിജയണ്ണനും കൂടി ഞങ്ങൾ ഓഫീസിലുള്ള ആൾക്കാരെല്ലാം കൂടെ ഒന്ന് ഒരു ഗെറ്റ് ടുഗദർ പോലെ അവിടെ ഗ്രില്ലും എല്ലാം ചെയ്യാൻ വേണ്ടി കൂടിയാണ്. ഗ്രില്ല് ഏകദേശം നല്ല രീതിയിലായിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന സൂര്യയുടെ ഹസ്ബൻഡും അക്കാടെ ഹസ്ബൻഡ് വിജയണ്ണനും കൂടെ കൂടിയാണ്. അവർ രണ്ടുപേരും കൂടിയാണ് ഗ്രില്ല് നല്ല സെറ്റപ്പ് ആക്കുന്നത്. ഏകദേശം ഇപ്പോൾ സമയം ഒരു 6-6:30 ആയിട്ടുണ്ട്. എന്നാലും നല്ല അത്യാവശ്യം വെളിച്ചമൊക്കെ ഉണ്ട്. കടലിൻ്റെ തീരമായതുകൊണ്ട് നല്ല അത്യാവശ്യം വെളിച്ചം ഉണ്ടായിരുന്നു. വോളിബോൾ തകൃതിയായിട്ട് നടക്കുന്നു. വോളിബോൾ മാറി ഇപ്പോൾ ത്രോ ബോളായി. വോളിബോൾ എല്ലാവർക്കും വോളിബോൾ അറിയത്തില്ല, അതുകൊണ്ട് ത്രോ ബോൾ കളിച്ച് ചുമ്മാ ഒരു ജസ്റ്റ് ഒരു എൻജോയ്മെൻ്റ് അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് ഒത്തിരി ആഞ്ഞൊന്നും എറിയാൻ പറ്റത്തില്ല, എൻ്റെ കണ്ണിന് വയ്യാത്തതുകൊണ്ട്. അതൊരു വലിയ സ്റ്റോറിയാണ്, അതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പിന്നെ അവർ മണിയൊക്കെ നല്ല രീതിയിൽ ത്രോ ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് അവിടെ വിജയണ്ണനും സൂര്യയുടെ ഹസ്ബൻഡ് സച്ചിൻ എന്നാണ് പേര്, സച്ചിനും വിജയണ്ണനും കൂടെ അവിടെ ഗ്രില്ല് തകൃതിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിള്ളേർ അവിടെ കിടന്ന് കളിക്കുന്നു, കളിച്ച് മറിയുന്നു. അവന്മാരെ പൂഴി കിടന്ന് കളിക്കുന്നു. പിന്നെ സൂര്യ നല്ല ത്രോ ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം കളിക്കുന്നു. അവർക്ക് കിട്ടിയൊരു എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സമയം, അവരത് എൻജോയ് ചെയ്യുന്നു. പിന്നെ കുറേയധികം ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ തമ്പടിച്ചിരിപ്പുണ്ട്. ചിലർ ഗ്രില്ല് ചെയ്യുന്നു, ചിലരൊക്കെ ഓരോ ഇങ്ങനെ കുറച്ച് നാളോട് കൂടി കാണുന്നില്ല. ഈ ഒരു വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈദിൻ്റെ ഹോളിഡേയ്സ് 3-4 ദിവസം ഹോളിഡേയ്സ് ഉണ്ട്. അപ്പോൾ അതിന് അടുപ്പിച്ച് വേറെ സ്ഥലത്ത് വന്ന് സൗദിയിൽ നിന്നൊക്കെ വന്ന ഫാമിലീസ് കാണും. പല ആൾക്കാരെല്ലാം കൂടി. ഇത് സൽമാൻ സിറ്റി ബീച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്രീ എൻട്രിയാണ്. ആ ബീച്ചിൽ അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് കിട്ടുന്നൊരു ബീച്ച് തന്നെയാണ്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ലേറ്റായിപ്പോയി. അപ്പോഴേക്കും അവർ ഗ്രില്ലൊക്കെ തുടങ്ങിയായിരുന്നു. ഇപ്പോൾ ഗ്രില്ല് ഏകദേശം കുറേ സെറ്റായി. പിന്നെ ബാക്കി അടുത്ത പോർഷൻ ബുക്കാണ്.
ലെഗ് പീസും അതുപോലെ ചെസ്റ്റ് പീസൊക്കെ നേരത്തെ വെച്ചു. ലെഗ് പീസും പിന്നെ അതുപോലെ വിങ്സും എല്ലാമാണ് വെക്കുന്നത്. അവരെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും അത് കനലിൽ വെക്കുവാണ്. എല്ലാം നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ഉടനെ സെറ്റായത് എല്ലാം കൂടെ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ കുബൂസാണ് വാങ്ങിയിരുന്നത്. കുബൂസും പിന്നെ അതുപോലെ മയോണൈസ് എല്ലാം സെറ്റ് ചെയ്ത് ഇപ്പോൾ കഴിക്കാൻ വേണ്ടി തുടങ്ങും. നല്ലൊരു പരിപാടിയായിരുന്നു. ഒത്തിരി ടൈം എടുക്കാൻ പറ്റില്ല. ഇവർ നേരത്തെ ബാഡ്മിൻ്റനൊക്കെ കളിച്ച് വന്നതാണ്. ഞാൻ പോയില്ല. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ലൊരു പരിപാടിയായിരുന്നു.